സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിഷ പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, ഞാൻ മലയങ്കിൽ പുരുഷോത്തമൻ ജോസഫ്. ഇന്നിവിടെ പറയാൻ പോകുന്നത് പൂരം നക്ഷത്രത്തിന്റെ ഗുണദോഷ ഫലങ്ങളെ പറ്റിയാണ്. പൂരം നക്ഷത്രം ചിങ്ങൻ രാശിയിലാണ്. ഏത് പൂരം ജനിച്ചാലും ചിങ്ങക്കൂറാണ്. അതിന്റെ നക്ഷത്രാധിപൻ ശുക്രനുമാണ്. അപ്പം ചിങ്ങ കൂറുകാർ, അതായത് പൂരം നക്ഷത്രക്കാർക്ക് ഇതിന്റെയും ശുക്രന്റെയും രണ്ട് ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇവർ സൂര്യന്റെ ഗുണം കൊണ്ട് രാജയോഗവും ശുക്രന്റെ ഗുണം കൊണ്ട് സാത്വിക ഭാവവും അനുഭവിക്കേണ്ടി വരും. ഇവരിൽ കൂടുതലും ത്രയണ സ്വഭാവം കാണിക്കുന്നവരായിരിക്കും. അച്ചടക്കബോധം, നല്ല മനോവീര്യം, ധൈര്യം, ത്യാഗമനോഭാവം, മറ്റുള്ളവരോട് ദയ, മാതാവിനെ കൂടുതൽ സ്നേഹിക്കുന്നവർ, മാതൃവചനത്തെ വളരെ ഗുരുത്വമായി സ്വീകരിക്കുന്നവരും ഭക്തന്മാരുമായിരിക്കും. പൂരം നക്ഷത്രത്തിൽ പ്രത്യേകിച്ച് ഭദ്രകാളിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ചിലയിടത്ത് കൊടിയേറും പോലെ പൂരം നക്ഷത്രത്തിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വളരെ വിശേഷമാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, ദേവീ സാന്നിധ്യം ഇവരിൽ മുളച്ചു നിൽക്കും. ഒപ്പം സൂര്യന്റെ ബന്ധം കൂടെ ഉള്ളതുകൊണ്ട് ശിവന്റെ സാന്നിധ്യവും ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ കാണപ്പെടുന്നു. ഇവർ പൊതുവെ വിദേശങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും കലകളിൽ താല്പര്യമുള്ളവരും സാഹിത്യത്തിലും എഴുത്തിലും ഗണിതത്തിലും പ്രത്യേകതയുള്ളവരും ആയി ഭവിക്കും. ഇവർക്ക് പല്ലിന് ചെറിയ ബലക്കുറവുണ്ടായിരിക്കും. അതുപോലെ തന്നെ 7ാം ഭാവം ശനിയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് വിവാഹത്തിന് പുരുഷനും സ്ത്രീ പുരുഷ ഭേദമന്യേ കുറച്ച് താമസങ്ങൾ ഉണ്ടാക്കും. എങ്കിലും നല്ല വിവാഹബന്ധം കിട്ടും. അവരുടെ കുടുംബജീവിതം നന്നായിരിക്കും. ഇവർ പൊതുവെ ഏത് പ്രവൃത്തി ചെയ്തിരുന്നാലും അതിനെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ അശ്രാന്തം പരിശ്രമിക്കും. ദുർസ്വഭാവമില്ലാത്തവരാണ്. അച്ചടക്കശീലം ധാരാളം കാണിക്കുന്നവരുമാണ്. അതുപോലെ തന്നെ വലിയ ഉദ്യോഗസ്ഥരും വലിയ ബിസിനസ് സാമ്രാട്ടുകളും എല്ലാം പൂരം നക്ഷത്രത്തിന്റെ സൃഷ്ടി പോലെ കാണപ്പെടുന്നു. ആദ്യകാലം മുതലേ പൂര നക്ഷത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ഭാഷയിൽ ജനങ്ങൾ പൂരം പൊടിപൂരം എന്നൊക്കെ പറയും. തൃശ്ശൂർ പൂരവും പൂരത്തിന്റെ ആയി ബന്ധപ്പെട്ടതാണല്ലോ. അങ്ങനെ പൂര നക്ഷത്രത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ശിവനും ദേവിയെയും പ്രദാനം ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് ശിവന്റെയും ദേവിയുടെയും അനുഗ്രഹം ധാരാളമുണ്ട്. പൊതുവെ ത്രയണ സ്വഭാവം ഇവർ കാണിക്കും. അതായത് കുടുംബസ്നേഹത്തിനും മറ്റ് കാര്യങ്ങൾക്കും ഒരുങ്ങി നടക്കുന്നതിലും ആടാഭരണങ്ങൾ അണിയുന്നതിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവർ തുല്യരാണ്. എപ്പോഴും വൃത്തി ഇവർക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ഇവരുടെ ജീവിതം പൊതുവെ നല്ല സമയത്ത് ജനിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. അല്ലെങ്കിലും ചെറിയ സമയത്തിനൊക്കെ മോശപ്പെട്ട സമയത്തിലോ മൗഢ്യത്തിലോ ഒക്കെ ജനിച്ചിരുന്നവർക്കും പൊതുവെ ജീവിതം വലിയ ദോഷം കാണുന്നില്ല. അതുപോലെ തന്നെ പൂര നക്ഷത്ര ജാതകർ പല ക്ഷേത്രങ്ങളിൽ പോകാനും ദൂരയാത്ര ചെയ്യാനും പുണ്യക്ഷേത്ര ദർശനത്തിനും വളരെ ആവേശം കാണിക്കുന്നവരാണ്. പൂര നക്ഷത്രം ശുക്രദശയിലാണ് ജനിക്കുന്നത്. ശുക്രൻ ഏതാണ്ട് 10 കൊല്ലം അവർക്ക് പ്രതീക്ഷിക്കാം. ആ 10 കൊല്ലവും കുടുംബത്തിനുന്നതി, അവർക്ക് പഠനാരംഭങ്ങൾ, മാതാവിനും പിതാവിനും തൊഴിൽപരമായോ അല്ലെങ്കിൽ മറ്റ് വിദേശത്തോ പോകാനുള്ള യോഗഭാഗ്യങ്ങളും
ശുക്രദശയിൽ അനുഭവമാണ്. അതുപോലെ തന്നെ വാഹനം, ഗ്രഹം നന്നാക്കൽ എന്നിവയെല്ലാം ഈ 10 വയസ്സിനകത്ത് ഇവർക്ക് നടത്തപ്പെടും. അത് കഴിഞ്ഞാൽ 6 കൊല്ലം ആദിത്യദശ. ആദിത്യൻ ഇവർക്ക് പൊതുവെ നന്നായിരിക്കും. ഈ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ പഠനവും പഠനാഭിവൃദ്ധികളും കൂടുതലായിരിക്കും. ഗണിതത്തിൽ ഇവർക്ക് പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ കൂടുതലായിരിക്കും. സ്ത്രീകൾക്ക് 12-13 വയസ്സിൽ ഋതുമതി ലക്ഷണവും പുരുഷന് 14, 15, 16 ഈ കാലങ്ങളിൽ പഠനത്തിന് ശ്രേഷ്ഠതയും. അത് കഴിഞ്ഞാൽ ആദിത്യൻ കഴിഞ്ഞാൽ 10 കൊല്ലം ചന്ദ്രദശ. ചന്ദ്രദശ കാലത്ത് ഇവർക്ക് പഠനപുഷ്ടി 26 വയസ്സ് വരെ ഏതാണ്ട് ചന്ദ്രദശ നമുക്ക് സങ്കല്പിക്കാം. സ്ത്രീകൾക്കാണെങ്കിൽ 22, 23 വിവാഹവും അല്ലെങ്കിൽ 27 പോകും. അതുപോലെ പുരുഷന്മാർക്ക് 25, 26 നല്ല ഉദ്യോഗവും 27, 28 വിവാഹയോഗവും അനുഭവമാകുന്നു. നല്ല അനുഭവ സിദ്ധിക്ക് വേണ്ടി ദേവീപ്രീതി, മൃഗപ്രീതി എന്നിവ നടത്തുകയും ശിവക്ഷേത്രത്തിൽ ജലധാര, നല്ല കല്യാണ ബന്ധത്തിന് വേണ്ടി സ്ത്രീകൾക്ക് ഉമാമഹേശ്വരി അർച്ചന, സ്വയംവരാർച്ചന എന്നിവ നടത്തിക്കൊള്ളേണ്ടതാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് ചൊവ്വാദശ. ചൊവ്വാദശ നല്ല ഭാഗത്താണെങ്കിൽ വളരെ ഐശ്വര്യങ്ങളും ഭൂമിയോഗം, സന്താനയോഗം, ഗ്രഹയോഗം, ബന്ധുജന സമാഗമം, സഹോദര ഗുണം, പൂർവികമായ ഭൂമി ലഭിക്കാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാക്കും. ചൊവ്വാദോഷമുള്ളവർക്കാണെങ്കിൽ മറുജാതകത്തിലും പൊരുത്തം നോക്കി നടത്തിക്കൊള്ളേണ്ടതാകുന്നു. പൊതുവെ ചൊവ്വാദോഷത്തിന് പരിഹാരമായും നല്ല കുടുംബജീവിത പുഷ്ടിക്കും വേണ്ടി ശ്രീ മുരുകന് പഞ്ചാമൃതാഭിഷേകം മാസം തോറും ഇവർ നടത്തുകയും സർപ്പരാജാവിന് ആയില്യത്തിന് 100 പാലും നൽകി തൃപ്തിപ്പെടുത്തുക. അത് കഴിഞ്ഞാൽ ചൊവ്വ കഴിഞ്ഞാൽ വരുന്നത് രാഹുദശ, 18 കൊല്ലം. അപ്പം ഈ രാഹുദശ പൊതുവെ ഇവർക്ക് നല്ല ഭാഗത്ത് നിന്നാൽ നല്ല അനുഭവങ്ങളും ദുർസ്ഥാനത്ത് നിന്നാൽ പ്രതീക്ഷിക്കുന്ന അത്ര അനുഭവങ്ങൾ കിട്ടുകയില്ല. എങ്കിലും നമുക്ക് നല്ല ഭാഗത്ത് നിൽക്കുന്നതിൻ്റെ തന്നെ ആദ്യം ഫലം പറയാം. ആദ്യത്തെ 1-2 കൊല്ലം പൊതുവെ അലർജി സംബന്ധമായ അസുഖങ്ങളുണ്ടാകും. പിന്നീട് അവർക്ക് സന്താനത്തിന് പുഷ്ടി, ഉദ്യോഗ ഉന്നതി, തൊഴിൽ കച്ചവടം നടത്തുന്നവർക്കാണെങ്കിൽ കച്ചവട ഉന്നതി, സർപ്പൻ ഏത് രാശിയിൽ നിൽക്കുന്നോ ആ രാശിയുടെ ഫലം വച്ച് അവരുടെ ഗുണദോഷങ്ങൾ നമുക്ക് കൂടുതൽ ചിന്തിക്കാം. സർപ്പദശയിൽ സന്താനങ്ങൾക്ക് പുഷ്ടി, അവർക്ക് പഠനം, അവർക്ക് പഠനാഭിവൃദ്ധി. ചിലർക്ക് ഈ സർപ്പദശയിൽ വിദേശത്ത് പോകാനുള്ള യോഗം ലഭിക്കും, പൊടുന്നനവേ ലഭിക്കും എന്ന് പറയാം. ഈ ദശയ്ക്ക് നല്ല അനുഭവങ്ങൾക്ക് വേണ്ടി സർപ്പപ്രീതിയും കുടുംബദേവതാ പ്രീതിയും ശിവപ്രീതിയും നടത്തിക്കൊള്ളുക. അടുത്ത് വേഴദശ. വേഴദശ ഇവർക്ക് പൊതുവെ നന്നായിരിക്കും. വേഴദശയിൽ സന്താനങ്ങൾക്ക് ഉദ്യോഗാദി വിജയങ്ങൾ, അവർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾ, ഇഷ്ടസിദ്ധി, തൊഴിൽ ചെയ്യുന്നവർക്ക് പണം കൂടുതൽ മുടക്കി തൊഴിൽ അഭിവൃദ്ധി, അല്ലാതെ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ, കൃഷിക്കാർക്ക് കൃഷിയിൽ നിന്നുള്ള നേട്ടങ്ങൾ, ബന്ധുക്കളിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾ. തള്ളിപ്പറഞ്ഞവർ തന്നെ ഈ ദശയിൽ ഇവരെ മിത്രങ്ങളായി ഭവിക്കും. അങ്ങനെ വേഴദശ ഇവർക്ക് 16 കൊല്ലവും നല്ല ബലമായി അനുഭവിക്കാം. അത് കഴിഞ്ഞാൽ ശനിദശ 19 കൊല്ലം. ശനിയുടെ തുടക്കത്തിൽ അത്ര നന്നായിരിക്കില്ല, എങ്കിലും ശനി ഇവരെ കൈവിടുകയില്ല. അതുകൊണ്ട് ശനിദശാകാലത്ത് ഇവർക്ക് തുടങ്ങിവെച്ച കാര്യങ്ങൾ, വ്യാഴദശയിൽ തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനും അതിൽ നിന്നും നേട്ടങ്ങൾ, എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ,
കമ്പ്യൂട്ടർ എന്നീ മേഖലകളിലുള്ളവർക്ക് വളരെ ഉത്തമ ഫലങ്ങൾ ശനിദശ നൽകും. അതുപോലെ മെഡിക്കൽ, നിയമം തുടങ്ങിയ പ്രൊഫഷണൽ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ ഉത്തമമായിരിക്കും. ശനിദശയിൽ പൊതുവെ കുടുംബത്തിന് അഭിവൃദ്ധിയും സന്താനങ്ങൾക്ക് ഐശ്വര്യം, പുത്രപൗത്രാദി സൗഖ്യം, ബന്ധുജന സൗഖ്യം എന്നിവയെല്ലാം ഉണ്ടാകും. ശനിദശയ്ക്ക് ഒരു ദോഷമെന്ന് പറയുന്നത് വാദം, ചെറിയ വീഴ്ചകൾ എന്നിവയെല്ലാം വരും. ദശാന്ത്യത്തിൽ പ്രത്യേകം നമ്മളത് ശ്രദ്ധ വേണം. അത് കഴിഞ്ഞാൽ വരുന്നത് ബുധദശ 17 കൊല്ലം, അതും നന്നായിരിക്കും. അത് കഴിഞ്ഞാൽ കേതുദശ. ബാക്കി ദൈവത്തിന് നമുക്ക് വിട്ടുകൊടുക്കാം. അപ്പോൾ പൂര നക്ഷത്രത്തിന് വിവാഹത്തിനുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭരണി, പൂരം, പൂരാടം, പൂയം, അവിട്ടം, അനിഴം, മകയിരം, ചിത്തിര, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ സ്വീകരിക്കുന്നത് നന്നല്ല. അത് രഞ്ജു ദോഷം എന്ന് പറയും. പല പരിഹാരങ്ങൾ പറയുന്നു എങ്കിലും നേരെ പറഞ്ഞാൽ ദോഷം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഭാഗ്യ നിറങ്ങൾ ആറഞ്ച്, വെള്ള. ഭാഗ്യ നമ്പർ 5, 7. അത് ദിവസം തിങ്കൾ, വ്യാഴം. പിന്നെ ഇവർ അണിയേണ്ട രത്നങ്ങൾ ശുക്രദശയിൽ വൈരവും, ആദിത്യദശയിൽ ചുവന്നരത്നവും, ചന്ദ്രദശയിൽ മുത്തും, ചൊവ്വയിൽ പവിഴവും, രാഹുർദശയിൽ ഗോമേതകവും, വ്യാഴദശയിൽ പുഷ്യരാഗവും, ശനിദശയിൽ ഇന്ദ്രനീലവും, ബുധദശയിൽ മരതകവും ധരിച്ചു കൊള്ളണം. ഇവ ധരിച്ചു കൊള്ളുക ചെയ്താൽ ഇവർക്ക് ചെറിയ ദോഷങ്ങളെല്ലാം മാറി ശുഭ അനുഭവം ഉണ്ടാകും. പൊതുവെ നവഗ്രഹ മോതിരം അണിയുന്നതും നന്നായിരിക്കും. ഇവരുടെ ബർത്ത് സ്റ്റോൺ എന്ന് പറയുന്നത് വൈരക്കല്ലാണ്. അങ്ങനെ പൂരം നക്ഷത്രം ഒരു ദൈവിക നക്ഷത്രം, ദേവിയുടെ നക്ഷത്രം കൂടെ ആണെന്നാണ് സങ്കല്പം. ഇവർ പൊതുവെ ദേവീഭക്തന്മാരും കുടുംബസ്നേഹികളുമായിരിക്കും. അങ്ങനെ ശുക്രദശ, അത് കഴിഞ്ഞ് ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹുർ, വ്യാഴൻ, ശനി, ബുധൻ എന്നിവ നിങ്ങൾ കർമാനുസരണം കൂട്ടിക്കൊള്ളുക. ഇത്രയും പറഞ്ഞുകൊണ്ട് പൂര നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ ചുരുക്കുന്നു. ഇനി നാളെ കാണാം.